24 എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം കൊല്ലങ്കോണം സ്വദേശി ബിസ്മീറിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ 24-ന്. കടുത്ത ശ്വാസതടസ്സം നേരിട്ടിട്ടും ബിസ്മീറിന് വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. നിലവിളിച്ച് കരഞ്ഞിട്ടും ആരും സഹായിക്കാൻ തയ്യാറായില്ലെന്ന് ഭാര്യ ജാസ്മിൻ 24-നോട് പറഞ്ഞു. ശ്വാസതടസ്സത്തെ തുടർന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയതിനെ തുടർന്ന് 10 മിനിറ്റിലധികമാണ് ആശുപത്രി വരാന്തയിൽ ബിസ്മീറിനും ഭാര്യയ്ക്കും കാത്തു നിൽക്കേണ്ടി വന്നത്. നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ സഹായിച്ചില്ലെന്നും ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ 24-നോട്. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് സഹോദരനും പറയുന്നു. 5 മിനിറ്റോളം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്ത് ഗേറ്റ് ഓപ്പൺ ആയിരുന്ന കൂടിയും അകത്ത് കൊണ്ടുപോയെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു. ഗേറ്റ് തുറക്കാണ്ട് 5 മിനിറ്റ് താമസിച്ചു. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ 1 മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ് കൊണ്ട് CPR എടുത്ത് രക്ഷിക്കായിരുന്നു. ഈ മാസം 19-ന് പുലർച്ചെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മീറിനെ വിളപ്പിൽശാലയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. ശേഷം ഓക്സിജൻ, CPR, നെബുലൈസേഷൻ എന്നിവ നൽകാൻ തയ്യാറായില്ലെന്നാണ് കുടുംബം ഇപ്പോഴും ആവർത്തിക്കുന്നത്. നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.